പ്പിക്കാൻ മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഒരു പിടി രക്തപുഷ്പങ്ങൾ അദ്ദേഹത്തിന് അർപ്പിക്കാൻ ജനക്കൂട്ടം ഇരമ്പി ആർക്കുകയാണ്, തലയ്ക്കുകയാണ്. ഇന്ന് വൈകിട്ട് കേരളത്തിന് സൂര്യാസ്തമയമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായ സൂര്യ തേജസ്സായ VS അച്യുതാനന്ദൻ മടങ്ങുകയാണ് കേരളത്തിൽ നിന്ന്. പക്ഷേ അദ്ദേഹം കേരള മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ, ശരിയെ സ്നേഹിക്കുന്ന, ശരിപക്ഷ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ എന്നും VS അച്യുതാനന്ദൻ VS ആയി തന്നെ നിൽക്കും. ആ VSന് പകരക്കാരില്ല. VS എന്ന രണ്ടക്ഷരത്തിന് പകരക്കാരില്ല. പകരക്കാരില്ലാത്ത നേതാവ്, പകരക്കാരില്ലാത്ത VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ഏറ്റവും കർമ്മോത്സുകമായ 8 പതിറ്റാണ്ടുകളിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷം നിശബ്ദനായിരുന്ന, കഴിഞ്ഞ 6 വർഷം സജീവ രാഷ്ട്രീയത്തിലില്ലാതൊരു നേതാവിന് വേണ്ടിയാണ് ജനം ഇങ്ങനെ ഇരമ്പി ആർക്കുന്നതെങ്കിൽ ചിന്തിച്ചു പോകുന്നു. VSന്റെ സജീവ രാഷ്ട്രീയകരത്തായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗമെങ്കിൽ എങ്ങനെയാകും കേരളം അത് ഉൾക്കൊള്ളുക? എങ്ങനെയാകും കേരളത്തിന് അത് താങ്ങാനാകുക? എങ്ങനെയാകും വയസ്സായ സ്ത്രീകൾക്ക്, എങ്ങനെയാകും പാവപ്പെട്ട സ്ത്രീകൾക്ക്? നമ്മൾ എത്രയോ കരഞ്ഞു കലങ്ങിയ മുഖങ്ങൾ നമ്മൾ കണ്ടു. VSനെ കാണാൻ വാഹനത്തിന് പുറകെ ഓടുന്ന, കുട്ടികളെയും കൊണ്ടുപോകുന്ന എത്രയോ സ്ത്രീകളെ നമ്മൾ കണ്ടു, പുരുഷന്മാരെ നമ്മൾ കണ്ടു. VSനെ അങ്ങനെ ജനം നെഞ്ചേറ്റിയ നേതാവാണ്. ആ നേതാവിനെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് കേരളം, രാഷ്ട്രീയ കേരളം യാത്രയയപ്പ് നൽകുക? ഇതിൽ കുറഞ്ഞൊരു യാത്രയയപ്പ് VS സഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. ആ VSനെയാണ് കേരളം ഈ രീതിയിൽ യാത്രയാക്കുന്നത്. VS സമാനതകളില്ലാത്ത പോരാളിയായിരുന്നു. പോരാളികളുടെ പോരാളി എന്ന് അദ്ദേഹത്തെ മുദ്രാവാക്യങ്ങളിലൂടെ പാർട്ടി അണികൾ വിശേഷിപ്പിക്കും. ഏറെക്കുറെ സത്യമായ ഒരു കാര്യമാണ്. കാരണം പോരാട്ടമായിരുന്നു VSന്റെ ജീവിതം. അത് ചെറുപ്പത്തിൽ ദാരിദ്ര്യത്തോട് പടവെട്ടി തുടങ്ങിയ VS അച്യുതാനന്ദൻ, ജന്മിത്വത്തിനെതിരെ പടവെട്ടി തുടങ്ങിയ VS അച്യുതാനന്ദൻ, കർഷക തൊഴിലാളികളെ ദ്രോഹിക്കുന്ന മുതലാളിമാർക്കെതിരെ മുഷ്ടി ഉയർത്തിയ VS അച്യുതാനന്ദൻ. ആ VS ആണ് പിന്നീട് വലിയ ശക്തികൾക്കെതിരെ, അന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ, SRCPയുടെ പട്ടാളത്തിനെതിരെ പോരാടിയ VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരകാലത്ത് തോക്കിനെയും ഒന്നും ഭയക്കാതെ ആ സമരരംഗത്ത് അണികളെ നയിച്ച VS അച്യുതാനന്ദൻ. ആ VS ആണ് പിന്നീട് കൊക്കക്കോള പോലുള്ള ബഹുരാഷ്ട്ര കുത്തകകളോട് പ്ലാച്ചിമടയിൽ പോരാട്ടം നടത്തിയത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രബലരോട്, അത് K കരുണാകരനും ഉമ്മൻചാണ്ടിയും മുതൽ ബാലകൃഷ്ണപിള്ളവരുടെ നേതാക്കൾക്കെതിരെ നിയമ പോരാട്ടം നടത്തിയ VS അച്യുതാനന്ദൻ. സമരം മാത്രമായിരുന്നില്ല VSന്റെ ആയുധം, നീതിയും നിയമവും VSന്റെ ആയുധമായിരുന്നു. ഇന്ത്യൻ ഭരണഘടന VS ആയുധമാക്കിയ നേതാവാണ്. സുപ്രീം കോടതി വരെ പോയി പല കേസുകൾക്കും മുന്നിട്ടിറങ്ങിയ, അതും സ്വന്തം താല്പര്യപ്രകാരം മുന്നിട്ടിറങ്ങിയ നേതാവ് കൂടിയാണ് VS. തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ കോടതികളിൽ നിന്നായാലും പാർട്ടിക്കുള്ളിൽ നിന്നായാലും അതൊരു ജനവിധി തിരിച്ചടിയാകുമ്പോഴും പിന്മാറിയ നേതാവല്ല VS. ആ തിരിച്ചടികളൊക്കെ മറികടന്ന് വീണ്ടും വിജയവഴി തന്നിലേക്ക് വരും. കാരണം താൻ നീതിയുടെ പക്ഷത്താണ്, ശരിയുടെ പക്ഷത്താണെന്ന് ഉറച്ചു വിശ്വസിച്ച് അതിലേക്ക് മാർച്ച് ചെയ്ത പോരാളിയായ സമര നേതാവായിരുന്നു VS. അക്ഷരാർത്ഥത്തിൽ പോരാളി, അടിമുടി ഫൈറ്ററാണ് VS. ആ ഫൈറ്റർ VS ആണ്, ആ പോരാളി VS ആണ് വിട പറയുന്നത്. ആ VSനെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് അഭിലാഷ രാഷ്ട്രീയ കേരളം VSനെ ആശ്രയിച്ച, VSനെ വിശ്വസിച്ച ജനസമൂഹം യാത്രയപ്പ് നൽകുക? തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്നത് പോലെ ഇതാണ് VS അർഹിക്കുന്ന യാത്രയയപ്പ്. ഇതിൽ കുറഞ്ഞൊരാൾക്കൂട്ടത്തെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് ആ ആൾക്കൂട്ടം മാറി എന്നുള്ളതാണ് വിലാപയാത്ര ആരംഭിച്ചപ്പോൾ മുതൽ നമ്മൾ കണ്ടത്. ഒരു പക്ഷേ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, ദീർഘകാലം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കർമ്മമണ്ഡലം എന്നത് നമ്മുടെ തലസ്ഥാന നഗരം തന്നെയായിരുന്നു. ആ തലസ്ഥാന നഗരം ജനസാഗരമാകുമ്പോൾ ഒരു പക്ഷേ അവിടെ നിന്ന് മാറുമ്പോഴെങ്കിലും ആ ആൾക്കൂട്ടത്തിൽ കുറവുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര ആരംഭിക്കുമ്പോൾ മറ്റൊരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആ ആൾക്കൂട്ടം കൂടിക്കൂടി വന്നുകൊണ്ടേ ഇരുന്നു. ആ ആൾക്കൂട്ടങ്ങൾ അണമുറിയാത്ത ആൾപ്രവാഹമായി ദേശീയപാതയ്ക്ക് ഇരുവശവും തടിച്ചുകൂടിയിരുന്നു. കരുവാറ്റയിലേക്ക് ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തുമ്പോൾ അവിടെയും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ്റെ വസതിയിലേക്കാണ് നേരത്തെ VV അരുൺ സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്നാണ് VS അച്യുതാനന്ദൻ രൂപപ്പെട്ടു വന്നത്. പ്രത്യേകിച്ച് ജന്മിത്വത്തിൻ്റെ കാലഘട്ടത്തിൽ, രാജ്യത്തിന് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, അസമത്വം കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ,
കീഴ്ജാതിക്കാരന് സാമൂഹികമായ അവകാശങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു VS അച്യുതാനന്ദൻ്റെ ജനനം. അങ്ങനെ VS അച്യുതാനന്ദന് ചെറുപ്പത്തിൽ തന്നെ കരുത്തായിരുന്ന അച്ഛനെയും അമ്മയെയും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം. പിന്നീട് ജ്യേഷ്ഠൻ്റെ ജൗളിക്കടയിൽ സഹായിയായി VS അച്യുതാനന്ദനും ഒപ്പം ചേരുന്നത് ഈ മണ്ണിൽ ആണ്. അവിടെയാണ് VS അച്യുതാനന്ദൻ എന്ന കുട്ടി അല്ലെങ്കിൽ കൗമാരക്കാരൻ പോരാട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, നാടുവാഴിത്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നത് ആ ജൗളിക്കടയിൽ ആയിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും വൈകുന്നേരങ്ങളിലെ ചർച്ചകൾ അദ്ദേഹത്തെ ആവേശം കൊള്ളിച്ചിരുന്നുവെന്നും ആ ആവേശത്തെ തുടർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകാൻ തീരുമാനിച്ചിരുന്നത് എന്നും VS പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. 1940 കാലഘട്ടം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും 7 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് VS അച്യുതാനന്ദൻ്റെ പ്രായം 17 വയസ്സ് മാത്രമാണ്. അന്ന് നിരോധിക്കപ്പെട്ട നിയമലംഘനം എന്ന് വിലയിരുത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനയായിരുന്നു, രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുമതിയില്ലാതിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു. ആ കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ ആലപ്പുഴയിലെ തന്നെ കയർ ഫാക്ടറിയിലെ ജോലിക്കാരനായി പ്രവേശിക്കുന്നു. ആ കയർ ഫാക്ടറിയിൽ വെച്ചാണ് തൊഴിലാളികൾ എത്രത്തോളം വലിയ ചൂഷണം ആണ് നേരിടുന്നത് എന്ന് VS അച്യുതാനന്ദൻ തിരിച്ചറിഞ്ഞത്. ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ വെച്ച് തൊഴിലാളികൾ നേരിട്ട പീഡനത്തെ തിരിച്ചറിഞ്ഞ VS അച്യുതാനന്ദൻ അവർക്കിടയിലെ നേതാവായി മാറുന്ന സാഹചര്യമുണ്ടാകുന്നു. അന്നും ഒളിഞ്ഞും പതിഞ്ഞുമൊക്കെയായിരുന്നു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിരുന്നത്. പലപ്പോഴും പകൽ സമയത്ത് ഫാക്ടറിയിലെ ജോലി, അതിനുശേഷം രാത്രികാലങ്ങളിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെയായിരുന്നു VS മുന്നോട്ട് പോയത്. രഹസ്യമായാണ് പലരും പാർട്ടി ക്ലാസുകൾ അന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. നിരവധിയായ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് VS അച്യുതാനന്ദന് ബോധ്യമുണ്ടായത് ആ കാലഘട്ടത്തിൽ ആയിരുന്നു. അന്നാണ് സഖാവ് P കൃഷ്ണപിള്ളയും R സുഗതനും C ഉണ്ണിരാജയും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. ആ സംസാരങ്ങളിൽ നിന്നാണ് VS അച്യുതാനന്ദൻ ഊർജം ഉൾക്കൊണ്ടത്. അങ്ങനെയാണ് VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അവിഭാജ്യ ഘടകമായി മാറിയത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വേരോടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് VS തിരിച്ചറിഞ്ഞത്. പിന്നീട് VS കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ സ്വയം ജീവിതം അർപ്പിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചു. അത്തരം പോരാട്ടങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് മറ്റുള്ള തൊഴിലാളികളെ ബോധവാന്മാരാക്കി. അങ്ങനെ അടിമത്വത്തിന് ഒരു പരിധിവരെയെങ്കിലും അടിമത്വമെന്ന് വിശേഷിപ്പിക്കാവുന്ന സാമൂഹിക അവസ്ഥയ്ക്കെതിരെ, ചൂഷണത്തിനെതിരെ VS അച്യുതാനന്ദൻ പടപൊരുതുകയായിരുന്നു. ആ പോരാട്ടത്തിൻ്റെ ഭൂമിയിലേക്കാണ് VS ഇപ്പോൾ തിരികെ നടക്കുന്നത്. ഈ മണ്ണിൽ ആണ് VS അച്യുതാനന്ദൻ അത്തരം പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചത്. ആ പോരാട്ടങ്ങളിൽ കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. അധികാരവർഗങ്ങൾ എപ്പോഴും VS അച്യുതാനന്ദനെ തുടർച്ചയായി വേട്ടയാടിക്കൊണ്ട് ഇരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി നിരവധി നേതാക്കൾ കണ്ടിരുന്ന സമയം കൂടിയായിരുന്നു അത്. പലപ്പോഴും സ്വാതന്ത്ര്യം എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് മോചിക്കപ്പെടുക എന്നത് മാത്രമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ രാജ്യത്തെ ജനങ്ങളാൽ നിലകൊള്ളുന്ന ഉച്ചനീചത്വങ്ങൾ, അസമത്വങ്ങൾ, ജാതി ചിന്തകൾ, ഇതിൽ നിന്നുകൂടി മോചനം നേടുമ്പോഴേ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുകയുള്ളൂ എന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉൾപ്പെടെ ആ കാലഘട്ടത്തിൽ ആയിരുന്നു ഉയർന്നു വന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് തൻ്റെ കർമ്മമണ്ഡലമായിരുന്ന, പോരാട്ടത്തിൻ്റെ ഇടമായിരുന്ന ഭൂമിയാണ് ഈ കാണുന്നത്. അതിലേക്കാണ് VS അച്യുതാനന്ദൻ തിരികെ എത്തുന്നത്. അന്ന് VSനോടൊപ്പം പോരാടിയവർ ഇന്ന് പലരും ജീവിച്ചിരിപ്പില്ല. പക്ഷേ VSൻ്റെ പോരാട്ടങ്ങളിലൂടെ അടക്കം നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം, ഉച്ചനീചത്വങ്ങൾക്ക് അവസാനം കുറിക്കാൻ പറ്റിയ സാമൂഹിക അന്തരീക്ഷം, അതൊക്കെ VSൻ്റെ കൂടി വിയർപ്പിൻ്റെ ഫലമായിരുന്നുവെന്ന് തിരിച്ചറിയുന്ന നിരവധി ആളുകൾ ഇപ്പോഴുമുണ്ട്. അവരാണ് ഇവിടേക്ക് ഓടിയെത്തുന്നത്. അവരാണ് VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഓടിയെത്തുന്നത്. അതിൽ